മരപ്പണിക്കിടെ കണ്ണിന് ഗുരുതര പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവം പങ്കുവയ്ക്കുകയാണ് കൊല്ലം കാവനാട് സ്വദേശി ഹർഷദേവ്. ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം കണ്ണിനുള്ളിൽ തറച്ചു കയറിയ ചെറിയ മരക്കഷ്ണങ്ങളുമായി മാസങ്ങളോളം വേദന അനുഭവിക്കേണ്ടി വന്നു. പിന്നീട് തമിഴ്നാട്ടിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. കാഴ്ച നഷ്ടമായതോടെ നിയമ നടപടി കൊയ്യുകയാണ് ഹർഷദേവ്. കാവനാട് സ്വദേശിയായ ഹർഷദേവിന് 2025 ഏപ്രിൽ 12-നാണ് അപകടം സംഭവിച്ചത്. മരപ്പണിക്കിടെ കണ്ണിനേറ്റത് ഗുരുതര പരിക്ക്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഹർഷദേവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. പരിശോധന പൂർത്തിയാക്കി ആദ്യം നടത്തിയ ശസ്ത്രക്രിയയിൽ ഒരു ചെറിയ മരക്കഷ്ണം കണ്ണിൽ നിന്ന് കണ്ടെത്തി. MRI ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കി മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് മരുന്ന് നൽകി തിരിച്ചയച്ചു. സെപ്റ്റംബറോടെ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു. തുടർന്ന് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്. പരിശോധനകൾ നടത്തിയ ശേഷം ബാക്ടീരിയയാണ് കാരണമെന്ന് പറഞ്ഞു. കണ്ണിലെ പ്രശ്നങ്ങൾ തുടരുന്നതിനാൽ ഡിസംബറിൽ മധുരയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി നടത്തിയ പരിശോധനയിലാണ് വീണ്ടും മരക്കഷ്ണങ്ങൾ കണ്ണിനുള്ളിലുണ്ടെന്ന് കണ്ടെത്തിയത്. നമ്മൾ ഏപ്രിൽ 12-ാം തീയതിയാണ് എനിക്ക് അപകടം ഉണ്ടാകുന്നത്. അവിടുന്ന് നേരെ ഡിസ്ട്രിക്റ്റിൽ ചെന്നു. അവിടുന്ന് മെഡിക്കലിലേക്ക് റെഫർ ചെയ്തു. കണ്ണാശുപത്രിയിൽ ചെന്ന് അവർ CT സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് തടി പീസുണ്ട്. അന്ന് രാത്രി ഓപ്പറേഷൻ നടന്നപ്പോൾ ഒരു തടി പീസ് കണ്ടെത്തി. പിന്നീട് നടന്ന പരിശോധനയിലൊന്നും അതിൽ തടിയുണ്ടെന്നോ ഒന്നും ഇവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. MRI സ്കാൻ ചെയ്തു, എന്നിട്ടും ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഈ ഡിസംബർ മാസം 22-ാം തീയതി ഞാൻ കണ്ണാശുപത്രി പോയി, അരവിന്ദ കണ്ണാശുപത്രി പോയി. അവിടെ കണ്ടെത്തി എൻ്റെ കണ്ണിൽ തടി പീസ് ഉണ്ടെന്ന്. ഡിസംബർ 31-ാം തീയതി രാത്രി ഡിസംബർ 31-ാം തീയതി എനിക്ക് അവിടെ ഓപ്പറേഷൻ നടന്നു. അതിൽ നിന്ന് 3 തടി പീസ് കണ്ണിൽ നിന്നും കണ്ടെത്തി. 3 ചെറിയ മരക്കഷ്ണങ്ങളാണ് കണ്ണിൽ നിന്നും പുറത്തേക്കെടുത്തത്. ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ഹർഷദേവ് ഒരു കണ്ണിലെ കാഴ്ച നഷ്ടമായി ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥ കാരണം താൻ 8 മാസത്തോളം ദുരിതമനുഭവിച്ചു. തൻ്റെ അവസ്ഥ മറ്റാർക്കും ഉണ്ടാവരുതെന്ന് ഹർഷദേവ് പറയുന്നു. 8 മാസം അവിടുത്തെ ചികിത്സയായിരുന്നു മെഡിക്കൽ കോളേജിലെ. പക്ഷേ ആ ചികിത്സാ സമയത്തൊന്നും അവർ പറയുന്നത് കണ്ണിലൊരു ബാക്ടീരിയ ഉണ്ട്, അത് കാരണമാണ് ഈ വേദനയും പഴുപ്പും വരുന്നതെന്ന്. പഴുപ്പും വെച്ചുകൊണ്ട് ഞാൻ 8.5 മാസം നടന്നു. ആ ഡോക്ടർ ലീവ് ആയതുകൊണ്ട് മാത്രമാണ് മറ്റൊരു ഡോക്ടർ എന്നെ കണ്ണാശുപത്രിയിലേക്ക്, അരവിന്ദയിലേക്ക്, മധുരയിൽ റെഫർ ചെയ്തു. അവിടെ പോയാൽ CT സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് പീസ് ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച സർജറി നടത്തി, ഓപ്പറേഷൻ നടത്തി. അതിൽ നിന്ന് 3 തടി പീസ് എടുത്ത്. ഇപ്പോൾ കണ്ണിന് വേദനയില്ല. അപ്പോൾ ഇത് ആരുടെ കുഴപ്പമാണ്? നമുക്ക് അതിനെപ്പറ്റി നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ വിശ്വസിച്ചു. ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് ആര് സമാനം പറയും? ഈ 8 മാസം പഴുപ്പ് ഒഴിച്ചാൽ എവിടെല്ലാം നടന്നത് മറുപടി പറഞ്ഞേ പറ്റൂ. നമുക്കതിൽ യാതൊരു ഇതുമില്ല. കാരണം നമ്മുടെ അവസ്ഥ വേറൊരു മനുഷ്യനും ഉണ്ടാവരുത്. അതിന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഞാൻ പഴുപ്പ് തുടച്ചുകൊണ്ട് നടക്കുന്നത്. 2 പെൺമക്കളും ഭാര്യയുമാണ് വീട്ടിലുള്ളത്. നിലവിൽ ജോലിക്ക് പോകാനാകുന്നില്ല. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ണിൽ തറച്ച ചെറിയ മരക്കഷ്ണങ്ങൾ എടുത്തു മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും കാലം ഹർഷദേവിന് ദുരിതമനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിൽ വിശ്വസിച്ച സാധാരണക്കാരനായ തനിക്കുണ്ടായ ഈ ദുരവസ്ഥയിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഹർഷദേവ്. ജനം, കൊല്ലം.